ഗ്രന്ഥസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പഞ്ചകൽപതരൂപേശ്ച കൃപാ സിന്ധോഭേ വചാവദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. നിതായ് ഗൗര ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ. നിതായ് ഗൗര ഹരി ബോൽ. ദൈവം ശ്രീ വിഷ്ണുപാദ പരമഹംസ പരിവ്രജാചാര്യ അഷ്ടോത്തര ശതക ശ്രീ വെങ്കടേശ അഭയാചരണ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. സേവിയർ ഓഫ് ദി ഹോൾ വേൾഡ് ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ് കി ജയ്. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. श्री श्री राधा माधव की जय. श्री श्री जगन्नाथ बलदेव सुद्रमया सुदर्शन की जय. श्री पंचतत्व की जय. नित्याय गौर प्रेमानंदे हरि हरि बोल. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം അർപ്പിക്കുന്നു. നമ്മൾ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ചൈതന്യ ചരിതാമൃതം മധ്യലീല അധ്യായം 9 ശ്ലോകം 245 മഹാപ്രഭുവിന്റെ തീർത്ഥയാത്ര. ശ്ലോകം 245. മാധ്വാചാര്യസ്ഥാനെ അയിലായാൻഹ തത്വവാദി ഉടുപ്പിതേ കൃഷ്ണ ദേഹി താഹാൻ ഹൈല പ്രേമോന്മാദി. മാധ്വാചാര്യസ്ഥാനെ അയിലായാൻഹ തത്വവാദി ഉടുപ്പിതേ കൃഷ്ണ ദേഹി താഹാൻ ഹൈല പ്രേമോന്മദിനി. വിവർത്തനം. അടുത്തതായി തത്വവാദികളെന്നറിയപ്പെടുന്ന ദാർശനികർ വസിക്കുന്ന മാധ്വാചാര്യരുടെ സ്ഥലമായ ഉടുപ്പിയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു എത്തിച്ചേർന്നു. അവിടെ ഉടുപ്പി കൃഷ്ണനെ ദർശിച്ച അവിടുന്ന് ഹർഷോന്മാദത്താൽ ഉന്മത്തനായി തീർന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഭഗവാന്റെ തീർത്ഥയാത്രയുടെ ഓരോരോ സന്ദർശനങ്ങൾ, ഓരോരോ സ്ഥലം, ക്ഷേത്രങ്ങള്, പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതാണ്. അപ്പോ ഇവിടെ അദ്ദേഹം ഉടുപ്പി കൃഷ്ണനെ ദർശിച്ച കഥയാണ് ഇതിനകത്ത് പറയുന്നത്, ഈ 145 ശ്ലോകത്തിൽ.
അതായത് മാധവാചാര്യർ. നമ്മുടെ സമ്പ്രദായത്തിലെ മാധവാചാര്യൻ എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വലിയ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു ആചാര്യനാണ്. ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായ ബ്രഹ്മ സമ്പ്രദായത്തിലെ അദ്ദേഹത്തിന്റെ പേര് ചേർത്താണ് ഇവിടെ മാധവ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ 13ാമത്തെ നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അപ്പം ദക്ഷിണ ഭാരതത്തിലെ സഹ്യാദ്രിക്ക് പടിഞ്ഞാറുള്ള ദക്ഷിണ കന്നഡയാണ്. കന്നഡ എന്ന് വെച്ചാൽ കർണാടകയിലെ ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന ഉടുപ്പിയിലാണ് അദ്ദേഹം പൂജാതനായത്. അപ്പം ദക്ഷിണ കർണാടക പ്രവിശ്യയിലെ പ്രധാന നഗരമാണ് ഉടുപ്പി. ഇത് മംഗലാപുരം നഗരത്തിന് സമീപത്ത് ദക്ഷിണ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഉടുപ്പി നഗരത്തിന് സമീപത്തുള്ള പാചക ക്ഷേത്രം എന്ന സ്ഥലത്താണ് അവിടെ ശീവാളി ബ്രാഹ്മണ കുടുംബത്തിലെ ആണ് അദ്ദേഹം പൂജാതനായത്. പിതാവിന്റെ പേര് മധ്യഗേഹഭട്ടൻ. അപ്പൊ 1040 AD 1118 മാധവാചാര്യർ ജന്മമെടുക്കുന്നത്. ചിലര് പറയുന്നു അദ്ദേഹം ശകാബ്ദം 1160 AD പറയുന്നുണ്ട്. ഇപ്പൊ കുട്ടിക്കാലത്ത് മാധവാചാര്യരെ വാസുദേവൻ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് അത്ഭുതകരമായ കഥകൾ, കാരണം അദ്ദേഹം ഒരു സാധാരണ വ്യക്തി ആയിരുന്നില്ല. അപ്പം ഒരിക്കല പറയുന്നത്, പിതാവിന് കടങ്ങൾ കുമിഞ്ഞു കൂടിയപ്പോൾ അവ കൊടുത്തു തീർക്കുന്നതിന് മാധവാചാര്യരെ പുളിങ്കുരു നാണയങ്ങളാക്കി മാറ്റിയതായിട്ട് പറയപ്പെടുന്നു അന്നത്തെ കാലത്ത്. അതേപോലെ 15ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ദീക്ഷ സ്വീകരിക്കുന്നത്. അതേപോലെ 19ാമത്തെ വയസ്സിൽ അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവിന് അത്ര താല്പര്യമില്ലായിരുന്നു അന്ന് അദ്ദേഹത്തിന് ദീക്ഷ എടുക്കുന്നതിനും ഈ സന്യാസം സ്വീകരിക്കുന്നതിനൊക്കെ. പക്ഷെ അദ്ദേഹം തൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, കാരണം അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല. അപ്പൊ അദ്ദേഹം വായുയുടെ മകനാണെന്ന് പറയുന്നുണ്ട്, വായുപുത്രനാണെന്നും പറയുന്നുണ്ട്. ഹനുമാന ത്രേതായ യുഗത്തിലെ വന്നു, അദ്ദേഹം കലിയുഗത്തില് വന്ന് ആണ് വ്യാസദേവനെ സേവിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അപ്പം അങ്ങനെ 12ാം വയസ്സിൽ അദ്ദേഹം സന്യാസമൊക്കെ സ്വീകരിച്ചുവെങ്കിലും അദ്ദേഹം സന്യാസം സ്വീകരിച്ചത് അച്യുത പ്രേക്ഷകനിൽ നിന്നാണ്. അദ്ദേഹത്തിനെ പൂർണ്ണപ്രജ്ഞ തീർത്ഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ നാമം യഥാർത്ഥത്തില്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ വാസുദേവൻ എന്നാണ്, പിന്നെ നമ്മൾ മാധവാചാര്യർ എന്ന് പറയുന്നെങ്കിലും അദ്ദേഹം സന്യാസമൊക്കെ സ്വീകരിച്ചതിന് ശേഷം പൂർണ്ണപ്രജ്ഞ തീർത്ഥൻ എന്നാണ് നാമം ലഭിച്ചത്. അദ്ദേഹം ഭാരതത്തിലുടനീളം സഞ്ചരിച്ചു. ശൃംഗേരി മഠത്തിലെ ശങ്കരാചാര്യരുടെ ശാസ്ത്രങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പൊ ആക്ച്വലി ഈ ശങ്കരാചാര്യരെ ഡിഫീറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. കാരണം അതായത് മാധവാചാര്യര് ശുദ്ധ ദ്വൈതവാദിയാണ്, ശങ്കരാചാര്യരാണെങ്കിൽ അദ്വൈതവാദിയാണ്. അതാണ് വ്യത്യാസം. ഇപ്പൊ നമ്മള് അദ്വൈത സിദ്ധാന്തം ശ്രീ ചൈതന്യ മഹാപ്രഭു ഏറ്റവും കൂടുതൽ എന്താ പറയാ വിമർശിക്കുന്ന ഒരു പിന്നെ തത്വവാദികളെയാണ് ഈ ശങ്കരാചാര്യരുടെ അദ്വൈതവാദം എന്ന് പറയുന്നത്. അദ്വൈതവാദം, പിന്നെ വസിഷ്ഠവാസം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മാധവാചാര്യരെന്ന് പറഞ്ഞാൽ അദ്ദേഹം ശുദ്ധ ദ്വൈതം അതിൻ്റെ ആളാണ് മാധവാചാര്യർ. അപ്പം ഇങ്ങനെ ശങ്കരാചാര്യരുമൊക്കെ ആയിട്ട് അദ്ദേഹവുമായിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ സത്യതീർത്ഥന്റെ അകമ്പടിയോടെ മാധവാചാര്യര് ബദരികാശ്രമത്തിലേക്ക് പോവുകയും വ്യാസദേവനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ മുന്നിൽ ഭഗവത്ഗീത വ്യാഖ്യാനം വിശദീകരിക്കുകയും അങ്ങനെ വ്യാസദേവന്റെ മുന്നിൽ പഠനം നടത്തി അദ്ദേഹം ഒരു മഹാപണ്ഡിതന് മാസ്റ്റർ ഡിഗ്രി, അങ്ങനെ വ്യാസദേവന്റെ മുന്നില് മാസ്റ്റർ ഡിഗ്രി എടുത്ത് അദ്ദേഹം മഹാപണ്ഡിതനായി തീർന്ന അങ്ങനെയാണ്. പിന്നെ ബദരികാശ്രമത്തിൽ നിന്ന് തിരിച്ച് ആനന്ദമഠത്തിലേക്ക് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത വ്യാഖ്യാനം പൂർത്തിയാക്കി. അപ്പൊ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചിരുന്നത് സത്യതീർത്ഥൻ.
അപ്പൊ അദ്ദേഹമാണ് ഇത് ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം കേട്ട് എഴുതിയത്. ഇപ്പൊ ബദരികാശ്രമത്തിൽ നിന്നും മടങ്ങിയെത്തി അദ്ദേഹം ഗോദാവരി നദിയുടെ തീരത്തുള്ള ഗഞ്ചാമം എന്ന സ്ഥലത്തേക്ക് പോയി. അപ്പൊ അവിടെ ശോഭന ഭട്ടൻ, പിന്നെ അതേപോലെ സ്വാമി ശാസ്ത്രി, അങ്ങനെയുള്ള അഭിജ്ഞന്മാരായ പണ്ഡിതന്മാരെ കണ്ടുമുട്ടുകയും അവര് പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയിലെ നരഹരി തീർത്ഥനും പത്മനാഭ തീർത്ഥനും എന്നറിയപ്പെട്ട മഹത് വ്യക്തികളായി തീർന്നു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ഉടുപ്പിയിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം എന്നിട്ട് ഇങ്ങനെ സമുദ്രത്തില് സ്നാനം ചെയ്യാൻ പോവുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ സമുദ്രതീരത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു അദ്ദേഹം അപ്പൊ അങ്ങനെ ഭഗവാനുടെ പ്രാർത്ഥനയൊക്കെ അദ്ദേഹം ചിട്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ കൃഷ്ണനെ ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് ദ്വാരകയിലേക്കുള്ള സാധന സാമഗ്രികൾ കയറ്റി വന്ന ഒരു കപ്പല് അപകടത്തിൽപ്പെടുന്നത് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ കാഷായ വസ്ത്രം കൊണ്ട് അദ്ദേഹം അതിന് അടയാളങ്ങൾ നൽകി. അത് വീശിക്കൊണ്ട് അടയാളം നൽകി. അപ്പൊ അതനുസരിച്ച് നീങ്ങി കപ്പൽ സുരക്ഷിതമായിട്ട് തീരത്തടുത്തു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഓരോ എന്താ പറയാ അസാധാരണമായ, അതായത് അചിന്ത്യമായ ചില ശക്തി അതാണ്. അപ്പൊ അങ്ങനെ സുരക്ഷിതമായിട്ട് കപ്പലടുത്ത്. അപ്പം കപ്പലിന്റെ ഉടമ ഒരു വ്യവസായി, അദ്ദേഹത്തിന് എന്തെങ്കിലും അപ്പം മാധവാചാര്യർക്ക് അദ്ദേഹത്തിന് ഉപകാരം നൽകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു. അപ്പൊ മാധവാചാര്യര് പറഞ്ഞു, കപ്പലിലെ കുറെ സാധനങ്ങളുണ്ട്, അപ്പൊ അതിനകത്ത് ഗോപീചന്ദനം, ഇങ്ങനെ കുറെ ക്ലേ, ഇങ്ങനെ നമുക്കറിയാലോ ഗോപീചന്ദനത്തിന്റെ വലിയ ഒരു കട്ട അതിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അത് സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അത് ഈ അദ്ദേഹത്തിന്റെ മുന്നില് ഈ ഗോപീചന്ദനത്തിന്റെ വലിയൊരു കട്ട ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ മാധവാചാര്യരുടെ മുന്നിൽ അത് വരികയും പെട്ടെന്ന് തന്നെ ഈ ഗോപീചന്ദനം പല കഷ്ണങ്ങളായിട്ട് ഉടഞ്ഞു പോവുകയും ചെയ്തു. അപ്പൊ അതിൻ്റെ ഉള്ളിലാ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു വിഗ്രഹം, ചെറുപ്പത്തിലുള്ള ഒരു വിഗ്രഹം, ഭഗവാന്റെ ചെറിയ കുട്ടിയായിട്ടുള്ള ഒരു വിഗ്രഹം കാണപ്പെട്ടു. അപ്പൊ ആ വിഗ്രഹത്തിന്റെ കൈകളില് കടകോല്, ഒരു കോലും ഉണ്ടായിരുന്നു, പിന്നെ നിവേദ്യവും, മറ്റേ കയ്യിലെ നിവേദ്യവും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിട്ട് അദ്ദേഹം ഒരു പ്രാർത്ഥന രചിച്ചു. ഈ വിഗ്രഹത്തിന് ഭയങ്കര വെയിറ്റ് ആണ്, ഒരു 10-30 ആൾക്കാരൊന്നും ചേർന്ന് ഉയർത്താൻ സാധിക്കാത്ത ഭാരമായിരുന്നു. പക്ഷെ ആ എത്ര ബൃഹത്തായ ഒരു വിഗ്രഹമാണ്. പക്ഷെ മാധവാചാര്യർ അദ്ദേഹം ഒറ്റയ്ക്ക് ആ വിഗ്രഹം ഉടുപ്പിയിലേക്ക് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ കൊണ്ടുവന്നു. അപ്പം അങ്ങനെ അങ്ങനെയാണ് ഇത് അവിടെ സ്ഥാപിക്കുന്നത്. മാധവാചാര്യരുടെ 8 സന്യാസി ശിഷ്യന്മാര് 8 മഠങ്ങളുടെ അധിപന്മാരായി ഉടുപ്പിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിൽ ആരാധന മാധവാചാര്യർ സ്ഥാപിച്ച പദ്ധതി അനുസരിച്ച് അങ്ങനെല്ലാം നടത്തി. ഇന്നും ആ രീതിയിലാണ് അവിടുത്തെ എന്താണ് വിഗ്രഹത്തിന്റെ ആരാധനാക്രമം എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മാധവാചാര്യര് രണ്ടാമതും പോയി ബദരീകാശ്രമത്തിലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹം മഹാരാഷ്ട്രയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാ പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വലിയൊരു തടാകം നിർമ്മിക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പൊ ആ സമയത്ത് ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ കൂടെ അദ്ദേഹം ഇങ്ങനെ ആ പ്രദേശത്തൂടെ സഞ്ചരിക്കുമ്പോഴാ ആ തടാകം കുഴിക്കുന്നതിന് സഹായിക്കാൻ അദ്ദേഹത്തിനും ബാധ്യസ്ഥനായി. അങ്ങനെ കുറെ കഴിഞ്ഞ് രാജാവിനെ സന്ദർശിച്ചപ്പോഴാ പിന്നീട് അങ്ങനെ രാജാവിനെയും കൂടി ആ ജോലിയിൽ അദ്ദേഹം നേരിട്ട് ഏർപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പിന്നെ ഗംഗാ പ്രദേശ പ്രവിശ്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കലഹം പതിവായിരുന്നു. അപ്പൊ ഹിന്ദുക്കൾ അങ്ങനെ നദിയുടെ ഒരു കരയിലും മുസ്ലിങ്ങൾ മറുകരയിലുമായിരുന്നു ഇങ്ങനെ സംഘർഷം നടക്കുന്ന സമയത്ത് നദി കടക്കുവാന് വഞ്ചിയൊന്നും ആ സമയത്ത് ലഭ്യമായില്ല. കാരണം 2 കരയിലും നിന്ന് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ കലഹം നടക്കുകയാണ്. ഇപ്പൊ സാമുദായിക സംഘർഷം മൂലം നദി കടക്കാൻ ഒരു വഞ്ചി പോലും ഇല്ലാതിരുന്നത് കൊണ്ട് ആൾക്കാര്, മുസ്ലിങ്ങള് എപ്പോഴും ഈ യാത്രക്കാരെ മറുകരയിൽ പോകാൻ യാത്രക്കാരെ അനുവദിച്ചിരുന്നില്ല. മാധവാചാര്യര് പക്ഷെ ഈ പടയാളികളെ ഒന്നും കാര്യമാക്കാതെ അദ്ദേഹം നദി തരണം ചെയ്ത് മറുകരയിലെത്തി. അപ്പൊ അവര് പിന്നെ ഈ പടയാളികൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് രാജാവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി ഇദ്ദേഹത്തെ.
അപ്പം മുസ്ലിം രാജാവാണ്. പക്ഷെ എന്നാലും അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മുസ്ലിം രാജാവായിട്ടും അദ്ദേഹത്തിന് വളരെ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സംപ്രീതനായിട്ട് അദ്ദേഹത്തിന് രാജ്യവും കുറെ പണവും വാഗ്ദാനവും ഒക്കെ ചെയ്തു. പക്ഷെ അത് മാധവാചാര്യർ സ്വീകരിച്ചില്ല. അപ്പൊ അങ്ങനെ പോകുന്നതിനിടയിൽ പിന്നീട് അദ്ദേഹം അവിടുന്ന് നടന്ന് തിരിച്ചു പോകുന്ന കൂട്ടത്തില് വീണ്ടും കൊള്ളക്കാർ അദ്ദേഹത്തെ ആക്രമിച്ചു. പക്ഷെ അവരെ എല്ലാം അദ്ദേഹം വധിച്ചു എന്നാ പറയുന്നത്, സ്വന്തം ശരീരബലം കൊണ്ട്. അപ്പൊ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല. നേരത്തെ പറഞ്ഞ പോലെ വായുപുത്രനായ ഹനുമാന്റെ തന്നെ ഒരവതാരമാകാം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ അകമ്പടിക്കാര് പിന്നെ അത് കഴിഞ്ഞിട്ട് സത്യതീർത്ഥൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അകമ്പടിക്കാരനെ കടുവ ആക്രമിച്ചപ്പോഴ് സ്വന്തം കായബലത്താൽ തന്നെ അദ്ദേഹം കടുവയുടെ പിടിയിൽ നിന്ന് വേർപെടുത്തി. അപ്പൊ അങ്ങനെയൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ള കർമ്മങ്ങൾ കാഴ്ചവെച്ചയാളാണ് മാധവാചാര്യർ. അപ്പം പിന്നീട് വ്യാസദേവനെ സന്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യാസദേവനിൽ നിന്ന് അഷ്ടമൂർത്തി എന്നറിയപ്പെടുന്ന സാളഗ്രാമശില ലഭിച്ചു. അദ്ദേഹം അങ്ങനെ മഹാഭാരതം സംഗ്രഹിച്ച് പിന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ മാധവാചാര്യരുടെ ഭഗവത് ഭക്തി, അദ്ദേഹത്തിന്റെ അഗാധമായ പാണ്ഡിത്യം, ഇതെല്ലാം ഭാരതത്തിൽ പ്രസിദ്ധമായി. അപ്പൊ അങ്ങനെ ശങ്കരാചാര്യനാൽ സ്ഥാപിതമായ ശൃംഗേരി മഠത്തിന്റെ ഉടമകള് പിന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രശസ്തിയൊക്കെ കണ്ടപ്പോ അവർക്കൊരു ബുദ്ധിമുട്ട്. അപ്പൊ ശങ്കരാചാര്യരുടെ അനുയായികള് മാധവാചാര്യരുടെ വർദ്ധിച്ചു വരുന്ന ഈ പ്രഭാവത്തെയൊക്കെ ഭയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പല പ്രകാരത്തിലും ഇങ്ങനെ പിന്നെ ഈ ശങ്കരാചാര്യരുടെ ആൾക്കാർ പരിഹസിക്കാൻ തുടങ്ങി. അപ്പം ആക്ച്വലി മാധവാചാര്യരുടെ ഗുരുശിഷ്യ പരമ്പര എന്ന് പറയുന്നത് നമ്മൾ പറയുമല്ലോ, അതാണ് യഥാർത്ഥത്തിലുള്ള പരമ്പര. 4 പരമ്പരയുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പരയാണ്. പക്ഷേ ഇവര് അപ്പം യഥാർത്ഥത്തിലെ ഗുരുശിഷ്യ പരമ്പരയുടെ വൈദിക തത്വങ്ങളുടെ രീതിയിലല്ലെന്ന് തെളിയിക്കാനായിട്ട് ഇവര് പല ശ്രമങ്ങളും നടത്തി, ശങ്കരാചാര്യരുടെ ആൾക്കാർ. അപ്പൊ അങ്ങനെ ശങ്കരാചാര്യരുടെ തത്വം നമുക്കറിയാലോ, അത് മായാവാദ സിദ്ധാന്തമാണ്, അത് അദ്വൈത സിദ്ധാന്തം. പക്ഷെ മാധവാചാര്യരുടെ അതാണ് ദ്വൈത സിദ്ധാന്തം. കാരണം ജീവാത്മാവും പരമാത്മാവും നമ്മള് മായാവാദികൾ എന്താ പറയുന്നത്, ഒരു ആളെ ഉള്ളൂ അല്ലേ, പരമാത്മാവ്. അപ്പൊ അങ്ങനെ ജീവാത്മാവെന്ന് പ്രത്യേകിച്ചില്ല, എല്ലാം ഒന്നാണ്. ജീവാത്മാവും പരമാത്മാവും ഒരേ ഒരാളാണ്, അതാണ് അദ്വൈതം. ദ്വൈതമില്ല, ഒന്നേ ഉള്ളൂ. അപ്പം ഏകമായിട്ടുള്ളത്. അപ്പം ശങ്കരാചാര്യരുടെ ഈ എന്താ പറയാ അദ്വൈത ശാസ്ത്രത്തിന്റെ അനുയായികള് പുണ്ടരീകപുരി, അദ്ദേഹം മാധവാചാര്യരുടെ മുന്നിൽ അദ്ദേഹത്തോട് തർക്കത്തിനായി വന്നു. അപ്പൊ മാധവാചാര്യരുടെ എല്ലാ ഗ്രന്ഥങ്ങളും അപഹരിക്കപ്പെട്ടെന്നും പിന്നെ അപ്പൊ അങ്ങനെ തർക്കത്തിലൊക്കെ വന്നു. പക്ഷെ മാധവാചാര്യർ, അദ്ദേഹം സാധാരണ വ്യക്തിയല്ല, അദ്ദേഹം അവരെയൊക്കെ ഡിഫീറ്റ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ എല്ലാം അപഹരിക്കപ്പെട്ട് പിന്നീട് കുംലദേശം അതിന്റെ ഭരണാധികാരിയായിരുന്ന ജയസിംഹ രാജാവിന്റെ സഹായത്തോടെ അതെല്ലാം വീണ്ടെടുത്തു. ഈ സംവാദത്തില് പുണ്ടരീകപുരി, നമ്മൾ നേരത്തെ പറഞ്ഞ പുണ്ടരീകപുരി, അദ്ദേഹം തോൽപ്പിക്കപ്പെട്ടു. പിന്നെ അതേപോലെ ഇനി പൂർണ്ണപ്രജ്ഞ, അദ്ദേഹം ശാരീരിക ശക്തിക്ക് പരിമിതി ഇല്ലെന്നാ പറയുന്നത്. മാധവാചാര്യരുടെ പൂർണ്ണപ്രജ്ഞ മാധവാചാര്യർ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ശാരീരിക ശക്തി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതെല്ലാവർക്കും അറിയാം. 30 മനുഷ്യരുടെ ശക്തി ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, 30 ആൾക്കാരും എടുത്താലും പൊങ്ങാത്ത ഒരു വിഗ്രഹമായിരുന്നു ഗോപാല വിഗ്രഹം. ആ വിഗ്രഹം തനിയെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഉടുപ്പി പട്ടണത്തിൽ വന്നതും അത് പ്രതിഷ്ഠ നടത്തിയതും ഒക്കെ. അപ്പം അതേപോലെ തന്നെ 30 മനുഷ്യരുടെ ശക്തിയുള്ളവനെന്ന് ഖ്യാതി കേട്ട ഒരു കടഞ്ചേരി എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ മാധവാചാര്യൻ തന്റെ കാലിന്റെ പെരുവിരൽ തറയിൽ ഉറപ്പിച്ചിട്ട് അത് തറയിൽ നിന്ന് വേർപെടുത്താൻ അയാളോട് ആവശ്യപ്പെട്ടു. പക്ഷെ ആ ശക്തനായ മനുഷ്യൻ ആ കഠിന ശ്രമം ചെയ്തിട്ടും അതിന് കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ അതാണ് മാധവാചാര്യർ. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലാകും.
അതായത് അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ ശക്തി, അദ്ദേഹത്തിന്റെ ആ മാനുഷികമായ കർമ്മങ്ങള്, അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ഭക്തി, അദ്ദേഹം വ്യാസദേവനെ കണ്ടതും പിന്നെ അദ്ദേഹം കണ്ടുമുട്ടിയതും, അദ്ദേഹത്തെ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം എഴുതിയതും, പിന്നീട് അദ്ദേഹം മാസ്റ്റർ ഡിഗ്രി വ്യാസദേവന്റെ മുന്നിൽ നിന്ന്, അപ്പൊ അങ്ങനെ ശുദ്ധ ദ്വൈതവാദിയായിട്ട് അദ്ദേഹം വന്നിട്ട് അദ്വൈത സിദ്ധാന്തത്തെ അദ്ദേഹം ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. മായാവാദ സിദ്ധാന്തം. അതുകൊണ്ടാണ് നമ്മൾ ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറയും, മാധവ, അതായത് ഈ അദ്വൈതവാദികൾ, അത് അവരുടെ ഇപ്പം എന്താ ദ്വൈതവാദവും ശങ്കരാചാര്യരും അവരുടെ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും മായാവാദ സിദ്ധാന്തമാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അത് എന്താണ്, എല്ലാം ഈശ്വരനാണ്, ഒന്നേ ഉള്ളൂ, അല്ലാതെ എന്താ വ്യക്തിഗത ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഒന്നും രണ്ടില്ല, രണ്ടും ഒന്നാണ്. അങ്ങനെയൊക്കെയാണ് അവരുടെ വാദം, മോണിസം. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ പിന്നീട് ഈ മാധവേന്ദ്രപുരി അദ്ദേഹം 80 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഐതരേയ ഉപനിഷത്തിന് വ്യാഖ്യാനം രചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ ഭൗതിക ലോകത്ത് നിന്ന് അന്തർധാനം ചെയ്തത്. അപ്പോ മാധവ സമ്പ്രദായത്തിന്റെ ആചാര്യന്മാര് ഉടുപ്പിയെ മുഖ്യ കേന്ദ്രമാക്കി സ്ഥാപിച്ചു. അവിടെ ഉണ്ടായിരുന്ന മഠം ഉത്തരാദി മഠം എന്നറിയപ്പെടുന്നു. മാധവ സമ്പ്രദായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളുടെ ഒരു പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബുക്കിനകത്ത്. അതായത് അതിന്റെ പട്ടിക, വിവിധ കേന്ദ്രങ്ങളുടെ മഠാധിപന്മാര്: വിഷ്ണു തീർത്ഥ സോദേ മഠം, ജനാർദ്ദന തീർത്ഥ കൃഷ്ണപുര മഠം, വന്ദേ തീർത്ഥ കണിയൂര് മഠം, നരസിംഹ തീർത്ഥ അദമാർ മഠം, ഉപേന്ദ്ര തീർത്ഥ പുത്തിഗേ മഠം, രാമതീർത്ഥ ഷിരൂർ മഠം, ഋഷികേശ തീർത്ഥ പലിയൂർ മഠം, അശോഭ്യതീർത്ഥ പേജാവര മഠം. മാധവാചാര്യ സമ്പ്രദായത്തിന്റെ ഗുരുശിഷ്യ പരമ്പര എന്ന് പറയുന്നത് അതും കൊടുത്തിട്ടുണ്ട്. അതായത് ക്രിസ്തു വർഷത്തിന് 78 വർഷം കൂടി ചേർക്കണം. ഹംസ പരമാത്മ, ചതുർമുഖ ബ്രഹ്മാവു, സനകാദി, ദുർവാസാവു, ജ്ഞാനതീർത്ഥ, ഗരുഡവാഹനൻ, കൈവല്യതീർത്ഥൻ, ജ്ഞാനേശ്വര തീർത്ഥൻ, പരതീർത്ഥൻ, സത്യപ്രജ്ഞാതീർത്ഥൻ, പ്രജ്ഞാതീർത്ഥൻ, അച്യുത പ്രേഷാചാര്യ തീർത്ഥൻ, അങ്ങനെ ഒരു 45 ആൾക്കാരുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരേതൊക്കെ നൂറ്റാണ്ടുകളിലാണ് അവര് ജീവിച്ചതെന്ന്. അതായത് ഉത്തരാദിമഠം എന്നറിയപ്പെടുന്ന ഈ മുഖ്യ കേന്ദ്രം, അതായത് ഉടുപ്പിയാണ് മുഖ്യ കേന്ദ്രം മാധവ സമ്പ്രദായത്തിന്റെ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന മഠം ഉത്തരാദി മഠം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ ഒരുപാട് വിവിധ കേന്ദ്രങ്ങളും അവിടുത്തെ മഠാധിപന്മാരെ കുറിച്ചുമാണ് നമ്മളിവിടെ ഒരു 45 ആൾക്കാർ. ഇനി 16ാമത്തെ ആചാര്യന് വിദ്യാധിരാജ തീർത്ഥൻ, ശേഷം രാജേന്ദ്ര തീർത്ഥൻ, വിജയധ്വജൻ, പുരുഷോത്തമൻ, സുബ്രഹ്മണ്യൻ, വ്യാസരായൻ എന്നിവര്. മറ്റൊരു ഗുരുശിഷ്യ പരമ്പര 19ാമത്തെ ആചാര്യനായ രാമചന്ദ്ര തീർത്ഥൻ, വിഭുധേന്ദ്രൻ, ജിതാമിത്രൻ, രഘുനന്ദനൻ, സുരേന്ദ്രൻ, വിജേന്ദ്രൻ, സുധീന്ദ്രൻ, രാഘവേന്ദ്ര തീർത്ഥൻ എന്നിവരും ഉൾപ്പെടുന്നു. അതാണ് മറ്റൊരു ശിഷ്യ പരമ്പര. കാരണം വെച്ചാല് ഈ ഓരോ മഠങ്ങൾ സ്ഥാപിക്കുമ്പോഴാ അതിന് പല പല ബ്രാഞ്ച് വരും. ഇപ്പൊ നമ്മൾ ഭക്തിവൃക്ഷ എന്ന് പറയുമല്ലോ. ഭക്തിവൃക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അവിടെ ആദ്യം ഒരു സെന്റർ തുടങ്ങും, പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് 2 ആക്കും, പിന്നെ അവിടുന്ന് ഇപ്പൊ ഏതായാലും ശരി. അപ്പൊ ഓരോരുത്തരും അപ്പൊ അങ്ങനെ ഓരോരോ ബ്രാഞ്ചസ്. ഇപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യ പരമ്പര, അതിനകത്ത് തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഈ ഓരോരോ മഠം സ്ഥാപിച്ചു കഴിഞ്ഞാല് പിന്നെ അവിടെ ഓരോ ബ്രാഞ്ചസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഓരോരോ സന്യാസിമാരെ അവിടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഇപ്പൊ ഇത്രയും ഗുരുശിഷ്യ, അങ്ങനെ അത് ഓരോരോ ശിഷ്യ പരമ്പരയിൽ പെട്ടുവരും. അപ്പൊ ഉടുപ്പി മഠത്തില് 14 മാധവ തീർത്ഥ സന്യാസിമാരുണ്ട്. ഇപ്പൊ മംഗലാപുരത്ത് നിന്ന് 36 മൈലോളം വടക്ക് ദക്ഷിണ കാനന ജില്ലയിലെ സമുദ്രത്തിന് സമീപത്ത് ആണ് ഉടുപ്പി സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി ഇത് കർണാടകയിലാണ്. അതിന്റെ ഈ
ദക്ഷിണ കാനറ ജില്ലയെന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, പക്ഷെ കർണാടകയാണ്. മംഗലാപുരത്തിന് 36 മൈലോളം വടക്ക്. അപ്പൊ ഈ കൂടുതൽ വിവരങ്ങളൊക്കെ പിന്നെ പ്രഭാത പറഞ്ഞിരിക്കുന്നത് ഈ സൗത്ത് കാനറ മാനുവല്, ബോംബെ ഗസറ്റിൽ നിന്നൊക്കെ എടുത്ത് ഇതൊക്കെ എന്ന് വെച്ചാൽ ചരിത്രപരമായി പിന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ആചാര്യന്മാരൊക്കെ വന്ന് അവര് കുറെ കാലം, അതായത് ഇപ്പം മാധവാചാര്യർ എന്നൊക്കെ പറഞ്ഞാല് അവരൊക്കെ ഈ ഭൗതിക ലോകത്ത് വരുന്നത് ഇങ്ങനെ ഭഗവാനെ വരും തലമുറയ്ക്ക് വേണ്ടി, വരും തലമുറ ഇപ്പൊ ശിഷ്യ പരമ്പര തന്നെ അതിനു വേണ്ടിയാണല്ലോ. അപ്പം വരും തലമുറയ്ക്ക് ഭഗവാനോടുള്ള ബന്ധം വേർപെടാതെ ആ ശാസ്ത്രങ്ങളെ പിന്നെ പറഞ്ഞ പോലെ എന്താണ് അതായത് കാലക്രമേണ നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് ഈ ആചാര്യന്മാരെ ഇപ്പൊ ഒരാളെ മാത്രം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ ശിഷ്യ പരമ്പര മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ശിഷ്യന്മാരെ കിട്ടിയില്ലെങ്കിൽ. അതിനുവേണ്ടിയാണ് ഇത് പല ബ്രാഞ്ചസ് ആക്കിയിട്ട് പല ആചാര്യന്മാരെ അതിന് ഉത്തരവാദിത്തം കൊടുത്തിട്ട് അവരിലൂടെ ഓരോ ശിഷ്യ പരമ്പരയുടെയും കണ്ണികളെ ഇങ്ങനെ വളർത്തിയെടുക്കുന്നത്. അപ്പൊ അത് ആ പിന്നെ മഠവും അതുപോലെ ഈ ഒരു പ്രസ്ഥാനവും അത് എന്നേക്കും നിലനിൽക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ആചരിക്കുന്ന ഗൗഡീയ മഠം എന്ന് പറയുന്നത് അത് പിന്നെ എന്താ പറയാ, അതിന്റെ പിന്നെ ബാക്കിയാണ്, അതിന്റെ പരമ്പരയിൽ പെട്ടതാണ്. അപ്പൊ അതാണ് ഇത്രയും പറഞ്ഞു വന്നത്. മാധവാചാര്യന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം ചുരുക്കി പറഞ്ഞതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ. ഇനി അടുത്ത ശ്ലോകം 246. നർത്തക ഗോപാല ദേഖേ പരമമോഹനെ മാധ്വാചാര്യ സ്വപ്നദീയ ആയില്ല താൻ രസ്ഥാനെ. അപ്പൊ ഉടുപ്പി മഠത്തിലായിരുന്നപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു അതിമനോഹരമായ നർത്തക ഗോപാല വിഗ്രഹം കണ്ടു. മാധ്വാചാര്യർക്ക് ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട വിഗ്രഹമായിരുന്നു അത്. അപ്പൊ ഇവിടെ അന്ന് പിന്നെ ഉടുപ്പി മഠത്തിലായിരുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു ഈ ഗോപാല വിഗ്രഹം കണ്ടു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതാണ് പറഞ്ഞ മാധവാചാര്യർക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട വിഗ്രഹം. ഗോപി ചന്ദന തലേ ആചിലഡിംഗാതെ മാധ്വാചാര്യ സേയി കൃഷ്ണ പായില കോനാമതേ. മാധ്വാചാര്യർക്ക് ഒരു നൗകയിൽ കൊണ്ടുവന്ന ഗോപീചന്ദനത്തിന്റെ കൂമ്പാരത്തിൽ നിന്ന് എങ്ങനെയോ കൃഷ്ണന്റെ വിഗ്രഹം ലഭിക്കുകയായിരുന്നു. ആദ്യം മാധവാചാര്യർ അദ്ദേഹത്തിന് സ്വപ്നദർശനം കിട്ടി. പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അതാണ് ആചാര്യന്മാരെ കൊണ്ടാണ് ഭഗവാൻ ഇപ്പൊ ഏതൊരു പിന്നെ ക്ഷേത്രം എടുത്തു നോക്കിയാലും അതിനൊരു ആചാര്യബന്ധം ഉണ്ടായിരിക്കും. ആചാര്യബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം സാധാരണ ആരെങ്കിലും പോയി ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രം പണിയുക, അവിടെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുക, പിന്നെ അവിടെ പിന്നെ ഉത്സവം നടത്തുക, അപ്പൊ അങ്ങനെയാണ്. പക്ഷെ ഇതൊക്കെ എന്ന് വെച്ചാൽ മഹാക്ഷേത്രങ്ങളാണ്, സ്വയംഭൂ. അപ്പൊ ഭഗവാൻ സ്വയംഭൂവായിട്ട് ഇവിടെ വന്ന ആചാര്യന്മാരെ കൊണ്ട് ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും ശരി, വലിയ വലിയ മഹാക്ഷേത്രങ്ങളും അവിടെ എല്ലാം ഈ ആചാര്യബന്ധമുള്ള ക്ഷേത്രങ്ങളാണ്. ഇപ്പൊ മാധവാചാര്യരുടെ സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടു. പിന്നീട് അദ്ദേഹത്തിന് പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞു കപ്പലിൽ അദ്ദേഹം ഈ ഉടുപ്പിയിൽ ആ സമുദ്രതീരത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കപ്പൽ ഇങ്ങനെ വന്നു. അപ്പോഴാണ് അത് മുങ്ങാൻ പോവുകയാണ്. ഒരു വ്യവസായിയുടെ കപ്പലായിരുന്നു, ചരക്ക് കപ്പൽ. അത് മുങ്ങാൻ പോയത് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റി. അദ്ദേഹം തന്റെ കാവ്യ വസ്ത്രം എടുത്ത് കാണിച്ചിട്ട് വീശി അതിനെ കരക്കടിപ്പിച്ചു, രക്ഷിച്ചു. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു റിവാർഡ് കൊടുക്കാൻ വേണ്ടി, ഈ സന്യാസിക്ക് ഒരു റിവാർഡ് കൊടുക്കാൻ വേണ്ടി എന്താ വേണമെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ചിലടത്ത് പറയുന്നുണ്ട് ഒരു അമ്പലം കെട്ടിത്തരാൻ പറയുന്നുണ്ടെന്ന്. പക്ഷെ ഇതിനകത്ത് പറയുന്നത് പിന്നെ ഇതാണ് ശരിക്കും. അപ്പം എനിക്ക് അപ്പൊ ഇവര് ചരക്ക് കപ്പലല്ലേ, ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ചരക്ക് ആയിട്ട് കൊണ്ടുവന്ന. അപ്പൊ അതിനകത്തൊന്ന് ഇതെനിക്ക് ഈ ഗോപീചന്ദനത്തിന്റെ ആ ഒരു വലിയ കട്ട വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതെടുത്ത് കൊണ്ടുവന്ന് കരയിൽ വെച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴും ഇത് പൊട്ടി പല കഷ്ണങ്ങളായിട്ട് മാറിയിട്ട് അതിനകത്തുനിന്ന് മനോഹരമായ ഈ ഗോപാല വിഗ്രഹം, ഭഗവാന്റെ ചെറുപ്പത്തിലുള്ള ഭഗവാന് ഒരു കോലുമൊക്കെ ആയിട്ട് കയ്യിൽ പിന്നെ നിവേദ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ രൂപം. അപ്പൊ ഇതാണ് ഗോപാല വിഗ്രഹം. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് അപ്പൊ അങ്ങനെയാണ് കൃഷ്ണന്റെ വിഗ്രഹം കിട്ടുന്നതും. മാധവാചാര്യർ അത് പിന്നെ അതെല്ലാം നമ്മൾ ആദ്യത്തെ ആ ശ്ലോകത്തിനകത്ത് പറഞ്ഞു.
അപ്പൊ മാധ്വാചാര്യ ആനീതാൻരേ കരീല സ്ഥാപന ആധ്യാവാദി സേവാകാരേ തത്വവാദി ഗണ. അപ്പം മാധവാചാര്യര് ഈ നർത്തക ഗോപാല വിഗ്രഹം ഉടുപ്പിയിലേക്ക് കൊണ്ടുവരികയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും തത്വവാദികളെന്നറിയപ്പെടുന്ന മാധവാചാര്യരുടെ അനുയായികൾ ഇന്നും ഈ വിഗ്രഹത്തെ ആരാധിക്കും. അപ്പൊ അവരെ അറിയപ്പെടുന്ന തത്വവാദികളെന്നാണ്. ഈ പിന്നെ മാധവാചാര്യന്റെ അവിടെ ഈ അമ്പലത്തില് നിന്ന് ഈ വിഗ്രഹ ആരാധനയൊക്കെ നടത്തുന്ന ആൾക്കാരെയാണ് തത്വവാദികൾ എന്ന് പറയുന്നത്. ഇപ്പം അദ്ദേഹം അവിടെ ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുവന്നു, അവിടെ സ്ഥാപിച്ചു, ആൾക്കാരെ ഏൽപ്പിച്ചു. അദ്ദേഹം എന്നിട്ട് അവിടെ നിന്നില്ല. അദ്ദേഹം പിന്നെ പോയി എന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് വെച്ചാല് ഇപ്പം ചൈതന്യ മഹാപ്രഭു എന്തിനു വേണ്ടിയാണ് പിന്നെ ഭാരത മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു അല്ലേ? അതായത് എന്താണ്, പരിവ്രജാചാര്യന്മാരാണ്. അവരൊരിടത്തൊന്നും സന്യാസിമാരായാലും അവര് എങ്ങും ഇരിക്കില്ല. അവരുടെ ലക്ഷ്യം, ദൗത്യം എന്ന് പറയുന്നത് ഈശ്വരാവബോധം പ്രചരിപ്പിക്കലാണ്. അപ്പൊ അങ്ങനെ മാധവാചാര്യര് അങ്ങനെ പലയിടത്തും പിന്നീട് അദ്ദേഹം സഞ്ചരിക്കുകയും പല ആൾക്കാരെ കണ്ടുമുട്ടി. ഇപ്പൊ വ്യാസദേവനെ കണ്ടു, ഹിമാലയത്തിൽ പോയി, അങ്ങനെ അദ്ദേഹം ഭഗവത്ഗീതയുടെ കമന്ററി എഴുതി, പിന്നെ അങ്ങനെ മാസ്റ്റർ ഡിഗ്രി എടുത്തു. അപ്പൊ ഇതൊക്കെ അന്നേ അതാണ്. അപ്പം മാധവാചാര്യ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്, കലിയുഗത്തിന്റെയൊക്കെ ആരംഭത്തില്. അപ്പൊ അങ്ങനെയാണ് ഈ ഗോപാല വിഗ്രഹം അവിടെ വന്നതും. അപ്പൊ അവിടെ ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ചെന്ന് അവിടെ അതാണ് കൃഷ്ണമൂർത്തി ദേഹി പ്രഭു മഹാസുഖ പായില പ്രേമാവേശേ ബേഹുക്ഷേണ നൃത്ത ഗീത കൈല. ഗോപാലന്റെ ഈ മനോഹര വിഗ്രഹം കണ്ട ശ്രീ ചൈതന്യ മഹാപ്രഭു അത്യന്തം സന്തോഷവാനായി അവിടുന്ന് വളരെ നേരം പ്രേമാവേശത്തിൽ നൃത്തമാടുകയും കീർത്തനം ആലപിക്കുകയും ചെയ്തു. അപ്പം ഭഗവാന്റെ രൂപം, ഭഗവാന് ഇപ്പം മഹാപ്രഭു ഭഗവാൻ തന്നെയാണ്. അദ്ദേഹം രൂപം മനോഹര വിഗ്രഹം കണ്ടപ്പോഴ സന്തോഷം ഉണ്ടായി. വളരെ നേരം അദ്ദേഹത്തിന് പ്രേമാവേശം ഉണ്ടായി ഭഗവാന്റെ വിഗ്രഹം കണ്ടു കഴിഞ്ഞപ്പോൾ. അങ്ങനെ അവിടെ അദ്ദേഹം നൃത്തമാടി കീർത്തനം ചെയ്തു. തത്വവാദി ഗണ പ്രഭുഹേ മായാവാദി ജ്ഞാനേ പ്രഥമ ദർശനെ പ്രഭുഹേ ന കൈല സംഭാഷണേ. തത്വവാദി വൈഷ്ണവർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആദ്യം കണ്ടപ്പോൾ അവിടുന്ന് ഒരു മായാവാദി സന്യാസിയാണെന്ന് വിചാരിച്ചു. അതിനാൽ അവർ അദ്ദേഹത്തിനോട് സംസാരിച്ചില്ല. മഹാപ്രഭുവിനെ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ തത്വവാദി വൈഷ്ണവരാണല്ലോ അവര്. അപ്പം മഹാപ്രഭുവിനെ കണ്ടപ്പോൾ, കാരണം അന്നൊക്കെ എല്ലായിടവും മായാവാദി സന്യാസിമാരാണ്. എവിടെ നോക്കിയാലും, വാരണാസിയിലായാലും ലോകമെമ്പാടും എവിടെ നോക്കിയാലും ഈ അദ്വൈതവാദികൾ വളരെ കുറവ്, അദ്വൈതവാദികളാണ് കൂടുതൽ. ഭഗവാനെ ശരിയായി മനസ്സിലാക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ എന്നർത്ഥം. അപ്പൊ അങ്ങനെ മായാവാദി സന്യാസിയാണെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ മഹാപ്രഭുവിനോട് ഇവര് സംസാരിച്ചില്ല. പാശേ പ്രേമാവേശാദേഹി ഹൈല ചമത്കാര വൈഷ്ണവജ്ഞാനേ ബഹുത കരീല സത്കാര. പിന്നീട് ചൈതന്യ മഹാപ്രഭുവിനെ പ്രേമാവേശത്തിൽ കണ്ടപ്പോൾ അവർ അത്ഭുതസ്തബ്ധരായിപ്പോയി. അവിടുന്ന് ഒരു വൈഷ്ണവനാണെന്ന് പരിഗണിച്ച് അവർ ഹൃദ്യമായ സ്വീകരണം നൽകി. അപ്പൊ അതാണ്, ഒരു വൈഷ്ണവർ എവിടെ ചെന്നാലും, മഹാപ്രഭു എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയാണ്. പക്ഷെ വൈഷ്ണവർക്ക് എവിടെ ചെന്നാലും, ഇപ്പം അദ്വൈതവാദികൾ ഇപ്പൊ ഒരു വിഗ്രഹം കണ്ടാൽ അവർക്കൊരിക്കലും അതിന്റെ മഹിമയോ അല്ലെങ്കിൽ ഭഗവാൻ രൂപമുണ്ടെന്നോ അതിന് നാമം ഉണ്ടെന്നോ ലീലയുണ്ടെന്നോ ഇതൊന്നും അവർക്കറിയില്ല. അവര് തത്വചിന്താപരമായിട്ടുള്ള ഞാനും ഈശ്വരനും ഒന്നാണ്, അല്ലെങ്കിൽ തന്നെ ഒരു വിഗ്രഹം കണ്ടാ ഞാനും ഈ വിഗ്രഹം ഒന്നാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മഹാപ്രഭുവിന്റെ പ്രേമാവേശം കണ്ടപ്പോഴാണ് അപ്പം അവർ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയോ ഭഗവാനോട് ഇത്രമാത്രം സ്നേഹം. അപ്പം മനസ്സിലാക്കി ഇത് സാധാരണ വ്യക്തിയല്ല, ഇതൊരു വൈഷ്ണവനാണ്, ഇദ്ദേഹം മായാവാദി അല്ല എന്ന് അവര് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ അവര് നല്ല രീതിയിൽ സ്വീകരിച്ചു. വൈഷ്ണവദ സബാര അന്തരേ ഗർവജാനി ഈഷത് ഹാസിയ കിച്ചുക ഹേ ഗൗരമണി. തത്വവാദികൾ അവരുടെ വൈഷ്ണവ തത്വത്തിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നവരാണെന്ന് ശ്രീചൈതന്യ മഹാപ്രഭുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനാൽ അവിടുന്ന് മന്ദഹസിക്കുകയും അവരോട് സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. അപ്പൊ തത്വവാദികള് അപ്പം വൈഷ്ണവ തത്വം എല്ലായിടവും ഒരുപോലാണെങ്കിലും ചിലർക്ക് ചില പ്രത്യേക രീതികളും, അതായത് പിന്നെ കുറച്ച് അഭിമാനം അതിനെക്കുറിച്ച്, പിന്നെ അപ്പൊ അവര് അത് അങ്ങേയറ്റം അതിൽ അഭിമാനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തിന് ഒന്ന് മന്ദഹസിച്ചിട്ട് അദ്ദേഹം അവരോട് സംസാരിക്കാൻ തുടങ്ങി. താൻ സബാര അന്തരേ ഗർവ
ജാനി ഗൗരചന്ദ്ര താൻ സംവാങ്സ് താൻ സഭ സംഘേ ഗോഷ്ഠി കരില ആരംഭ. അവർ വലിയ അഭിമാനികളാണെന്ന് മനസ്സിലാക്കിയ മഹാപ്രഭു അവരോടൊപ്പം ചർച്ച ആരംഭിച്ചു. മായാവാദികളാണെങ്കിൽ ഭഗവാൻ അങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യത്തില്ല. ഇപ്പൊ ഇവര് ഭഗവാന് തത്വവാദികളാണ്, പിന്നെന്താ വൈഷ്ണവരാണ് ഇവരും എന്ന് മനസ്സിലാക്കി ഭഗവാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. തത്വവാദി ആചാര്യ സഭ ശാസ്ത്രത്തെ പ്രവീണ താൻറെ പ്രശ്ന കൈല പ്രഭു ഹയന ദീന. അപ്പം തത്വവാദികളുടെ മുഖ്യ ആചാര്യൻ ശാസ്ത്രങ്ങളിൽ വളരെ പാണ്ഡിത്യമുള്ളവനായിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു വിനീതനായി അദ്ദേഹത്തോട് ചോദിച്ചു. മഹാപ്രഭുവിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭഗവാനാണെങ്കിൽ പോലും അദ്ദേഹം എപ്പോഴും അതീവ വിനയാന്വിതരായിട്ടാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. കാരണം അതാണ് അമാനിന മാനദേന, എല്ലാവർക്കും എല്ലാവിധ ആദരവും നൽകുന്ന ആളാണ് മഹാപ്രഭു. അതാണ് അദ്ദേഹം നമ്മളെയും പഠിപ്പിക്കുന്ന ശിഷ്ടാഷ്ടകത്തിലൂടെ. അപ്പൊ മഹാപ്രഭു വിനീതനായിട്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സാധ്യ സാധന ആമി നാജാനി ഫലമതേ സാധു സാധന ശ്രേഷ്ഠ ജാനാഹ ആമാതേ. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ജീവിതത്തിന്റെ ലക്ഷ്യവും അതെങ്ങനെ നേടാമെന്നും എനിക്ക് നന്നായി അറിയില്ല. മനുഷ്യ സമൂഹത്തിനായുള്ള ശ്രേഷ്ഠമായ ആദർശവും അത് നേടുന്നത് എങ്ങനെയെന്നും ദയവായി എനിക്ക് പറഞ്ഞു തന്നാല്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി അവിടെയുള്ള ഒരു ആചാര്യന് അദ്ദേഹത്തിന് ശാസ്ത്ര പാണ്ഡിത്യം ഉണ്ട്, ഇവര് തത്വവാദികളാണ്, ഇവരുടെ മനസ്സിലിരിക്കുന്ന എന്താണ്, ഇവര് വൈഷ്ണവനാണെന്നുള്ള വലിയ അഭിമാനവും ഉണ്ട് അവർക്ക്. അപ്പൊ അവരുടെ അതാണ് എല്ലാവരിൽ നിന്നും കേൾക്കണം. നമ്മൾ എപ്പോഴും ഒരു കേൾവിക്കാരായിരിക്കണം, നമുക്ക് കേൾക്കാനുള്ള. അതാണ് മഹാപ്രഭുവിന് അല്ലെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പം എന്തെങ്കിലും അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവാം, നമുക്ക് നോക്കാം. അപ്പം അദ്ദേഹം ചോദിച്ചപ്പോ എന്താണ് പറഞ്ഞത്? അപ്പൊ എനിക്കൊന്നും അറിയില്ല, മനുഷ്യ സമൂഹത്തിനായുള്ള ശ്രേഷ്ഠമായ ആദർശം അതെങ്ങനെ നേടണമെന്നും എനിക്കറിയില്ല, അപ്പൊ അത് പറഞ്ഞുതരാൻ എന്ന് പറയുകയാണ്. ആചാര്യ കാഹേ വർണ്ണാശ്രമ ധർമ്മ കൃഷ്ണേ സമർപ്പണ ഏഹയ കൃഷ്ണ ഭക്തേര ശ്രേഷ്ഠ സാധന. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആചാര്യൻ മറുപടി പറഞ്ഞു, 4 വർണ്ണങ്ങളുടെയും 4 ആശ്രമങ്ങളുടെയും പ്രവർത്തികൾ കൃഷ്ണന് സമർപ്പിക്കുമ്പോൾ അവ ഒരുവന് ജീവിതത്തിന്റെ അത്യുന്നതമായ ലക്ഷ്യം നേടാൻ കഴിയുന്ന ശ്രേഷ്ഠമായ മാർഗമാകുന്നു. നമ്മള് രാമാനന്ദരായരും ഭഗവാനും തമ്മിലുള്ള ചർച്ചയില്ല ആദ്യം വർണ്ണാശ്രമത്തെ കുറിച്ചാണ് അവിടെയും രാമാനന്ദരായ പറഞ്ഞത്. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് അതിനേക്കാട്ടിലും ഉന്നതമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കൂ. അങ്ങനെയാണ് പറഞ്ഞു എവിടം വരെ എത്തിയത്? രാധാറാണിയുടെ പ്രേമത്തെ കുറിച്ച് വരെ എത്തി അല്ലേ. അപ്പൊ അതാണ് മഹാപ്രഭു ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ അത്രയും ഇവരുടെ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ഇരിക്കുന്നതേ ഉള്ളൂ ഇവര്. അവരും ദ്വൈതവാദികളാണ്, വൈഷ്ണവരാണ്. പക്ഷെ അവരിനിയും അതാണ് മഹാപ്രഭുവിന്റെ ലക്ഷ്യം, അവിടെ അവരെ കൂടി ശരിയായ രീതിയിൽ അവരെ അദ്ദേഹത്തിന്റെ ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ. അപ്പം 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും, അപ്പൊ അതിന്റെ പ്രവർത്തികൾ എന്ന് വെച്ചാൽ ഫലങ്ങള് കൃഷ്ണന് സമർപ്പിക്കുമ്പോഴാണ് ഒരാള് ജീവിതത്തിന്റെ അത്യുന്നതമായ ലക്ഷ്യം കരസ്ഥമാക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ മാർഗം എന്ന് പറയുകയാണ്. പഞ്ചവിധ മുക്തിപായ വൈകുണ്ഠേ ഗമന സാധ്യശ്രേഷ്ഠഹായ ശാസ്ത്ര നിരൂപണ. ഒരു വ്യക്തി വർണ്ണാശ്രമധർമ്മത്തിന്റെ കർത്തവ്യങ്ങൾ കൃഷ്ണന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവൻ 5 വിധത്തിലുള്ള മോക്ഷങ്ങൾക്ക് പ്രാപ്തനാകുന്നു. അപ്രകാരം ആ വ്യക്തി വൈകുണ്ഠത്തിലെ ആധ്യാത്മിക ലോകത്തിലേക്ക് മാറ്റപ്പെടുന്നു. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യവും ശാസ്ത്രങ്ങളുടെ വിധിയും ഇതാണ്. അപ്പൊ അതാണ് അവരുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവര് വൈകുണ്ഠ ലോകങ്ങളിലേക്ക് മാറ്റപ്പെടുക, 5 തരത്തിലുള്ള മോക്ഷം പ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കുക. അതായത് നമുക്കറിയാം സായുജ്യം, സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സാഷ്ടി. അപ്പൊ ഈ 5 തരത്തിലുള്ള മോക്ഷങ്ങൾക്ക് പ്രാപ്തനാകുക, വൈകുണ്ഠത്തിൽ എത്തിച്ചേരുക, ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം അതാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പൊ മഹാപ്രഭു എന്താണ് പറഞ്ഞത്? പ്രഭു കാഹേ ശാസ്ത്രേ കാഹേ ശ്രവണ കീർത്തന കൃഷ്ണ പ്രേമ സേവ ഫലേര പരമസാധന. അതാണ് മഹാപ്രഭുവിന്റെ തത്വം അല്ലേ. അതായത് കൃഷ്ണപ്രേമം കരസ്ഥമാക്കുക. ഇപ്പൊ ഇവര് വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ആധ്യാത്മിക ലോകത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് വർണ്ണാശ്രമം. അവിടെ ഭക്തിയോ
പിന്നെ എന്താണ് ഭക്തിയുത സേവനമോ ഒന്നുമില്ല. അവരവരുടെ കർമ്മങ്ങൾ ആ ഫലം ഭഗവാൻ അർപ്പിച്ച് 4 വർണ്ണത്തിലും 4 ആശ്രമത്തിലും ഉള്ള ആൾക്കാര് അവരവരുടെ കർമ്മത്തെ ഫലങ്ങളെ ഭഗവാന് വേണ്ടി കൃഷ്ണന് വേണ്ടി സമർപ്പിക്കുക. കർത്തവ്യങ്ങൾ അവരവരുടെ, അതാണ് കർമ്മയോഗം. സമർപ്പിച്ച് അത് 5 വിധത്തിലുള്ള മോക്ഷം കരസ്ഥമാക്കുക. അതാണ് അക്ഷര വൈകുണ്ഠ പ്രാപ്തി. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്ന എന്താണ്? ശാസ്ത്രങ്ങൾ പറയുന്ന, അപ്പൊ ശാസ്ത്രങ്ങൾ പറയുന്നത് ഇവരും പറയുന്നുണ്ട്. പക്ഷെ ഭഗവാൻ പറയുന്ന എന്താണ്? ശാസ്ത്രം, അതായത് എന്താ, ഭാഗവതം പറയുന്നതാണ്. എന്ത് ഇവിടെ മഹാപ്രഭു പറയുന്നത്? ശാസ്ത്രകഹേ ശ്രവണ കീർത്തന കൃഷ്ണ പ്രേമ സേവ ഫലേര പരമസാധന. അതായത് ചൈതന്യ മഹാപ്രഭു പറയുന്നത് ശാസ്ത്രങ്ങളുടെ വിധി അനുസരിച്ച് ശ്രവണ കീർത്തന പ്രക്രിയകളാണ് പ്രേമഭരിതമായ കൃഷ്ണസേവനം നേടുന്നതിനുള്ള പരമമായ മാർഗം. അപ്പം വ്യത്യാസം അതാണ്. അപ്പം തത്വവാദികളുടെ അഭിപ്രായത്തിൽ എന്താണ് ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യം? 4 വർണ്ണങ്ങളുടെയും 4 ആശ്രമങ്ങളുടെയും കർത്തവ്യങ്ങളുടെ നിർവഹണം. അത് പിന്നെ ചെയ്തു കഴിഞ്ഞാൽ വൈകുണ്ഠ ലോകത്ത് പോകാം, അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി ഉറപ്പാണ്. അപ്പൊ ഭൗതിക ലോകത്തില് ഏത് വർണ്ണത്തിലായാലും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രന് സ്ഥിതി ചെയ്യുന്നില്ലെങ്കിൽ അവന് പരമമായ ലക്ഷ്യം പ്രാപിക്കുന്നതിലേക്കുള്ള സാമൂഹിക കാര്യങ്ങൾ ശരിയായി നിർവഹിക്കാൻ കഴിയില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ, ഇന്നിപ്പോ കലിയുഗമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ബ്രാഹ്മണനുണ്ടോ, ക്ഷത്രിയനുണ്ടോ, വൈശ്യനുണ്ടോ, ശൂദ്രനുണ്ടോ? എല്ലാം ശൂദ്രനെക്കാട്ടി താഴെയാണ് കലോ ശൂദ്ര സംഭവ. അതുപോലുള്ള അവസ്ഥയാണ് എല്ലാവരും. ആർക്കും യാതൊരു അവിടെ വർണ്ണാശ്രമ വ്യവസ്ഥ ഇപ്പൊ ഇല്ല ഇന്നത്തെ കലിയുഗത്തില്. പിന്നെ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം തത്വങ്ങളും ആത്യന്തിക ലക്ഷ്യം നേടുന്നതിന് അനിവാര്യമാണെന്ന് പരിഗണിക്കപ്പെടുന്നതിനാല് ആശ്രമധർമ്മങ്ങൾ പിന്തുടരണം. അപ്പൊ വർണ്ണവും ആശ്രമത്തിന്റെയും തത്വങ്ങള് കൃഷ്ണന് വേണ്ടി അർപ്പിച്ച് നിർവഹിക്കുന്നതാണ് പരമമായ ലക്ഷ്യം പ്രാപിക്കാനുള്ള ഉത്തമമായ മാർഗമെന്ന് തത്വവാദികൾ അവിടെ സ്ഥാപിക്കുകയാണ്. അപ്പം മനുഷ്യ സമൂഹം ഇപ്പൊ സമൂഹത്തിനാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ സോളാണ്. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ശ്രവണ കീർത്തനങ്ങള്, അതാണ് ശ്രവണ കീർത്തന സ്മരണ വന്ദന പാദസേവന ദാസ്യരെ. ദാസ്യഭാവത്തിൽ ഭഗവാനെ സേവന ചെയ്യുന്നതാണ് നമ്മുടെ മൂലസ്വരൂപം. ജീവേര സ്വരൂപഹയ കൃഷ്ണേര നിത്യദാസ. അതാണ് ഓരോ ജീവനും ആരാണ്? കൃഷ്ണ ഭഗവാന്റെ നിത്യദാസരാണ്. അതാണ് ജീവേര സ്വരൂപം. അതായത് ജീവേര സ്വരൂപം എന്ന് വെച്ചാൽ ജീവന്റെ സ്വരൂപം, മൂലസ്വരൂപം എന്ന് പറയുന്ന അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. അപ്പൊ ഇത് ഇവരിങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതാണ് ആത്യന്തിക ലക്ഷ്യം നേടുന്നതിനുള്ള ആകെയുള്ള മാർഗം. അപ്പം എന്നാൽ ആശ്രമധർമ്മങ്ങളും പിന്തുടരണം. അപ്പം ആ വിധത്തിൽ മനുഷ്യ സമൂഹത്തെ ആസ്പദമാക്കി തത്വവാദികള് അവരുടെ തത്വങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു വിഷ്ണുവിനെ കുറിച്ചുള്ള ശ്രവണവും കീർത്തനവുമാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞ് വ്യത്യസ്തമായി അഭിപ്രായപ്പെട്ടു. അപ്പം പരമമായിട്ടുള്ള ലക്ഷ്യം ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകലാണെന്ന് തത്വവാദികൾ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും മഹാപ്രഭുവിന്റെ അഭിപ്രായം അതാണ്. നമ്മൾ ഇപ്പൊ ലക്ഷ്യം ഒന്നാണെങ്കിലും വിവിധ മാർഗങ്ങളിലൂടെ ഈശ്വരനിൽ എത്തിച്ചേരാം. അപ്പം കൃഷ്ണപ്രേമം എന്ന് പറയുന്ന അത് എന്താണ്, യുണീക്കായിട്ടുള്ള ഒരു കാര്യമാണ്. കൃഷ്ണപ്രേമം നേടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. ഇവിടെ തത്വവാദികളാണ്, അവർ വൈഷ്ണവരാണ്, മാധവാചാര്യരുടെ പരമ്പരയിലുള്ള ആൾക്കാരാണ്. എന്നാൽ പോലും അവിടെ അവര് വർണ്ണാശ്രമ വ്യവസ്ഥയിലാണ് വിശ്വസിക്കുന്നത്. അപ്പോ ഇവിടെ മഹാപ്രഭു എന്താണ് പറയുന്നത്? അതായത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അല്ലേ? അപ്പൊ അതായത് നവവിധ ഭക്തിക്കാണ് പ്രാധാന്യം. അല്ലാതെ അവനവന്റെ എന്താ പറയാ വെറും പിന്നെ സാമൂഹിക മര്യാദയല്ല. ഇപ്പം നമ്മൾ പറയാ ധർമ്മ അർത്ഥ കാമ മോക്ഷം, അതൊക്കെ അതിനകത്ത് വരും. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷം. അവനവന്റെ ധർമ്മം അനുസരിക്കുക. ഇപ്പം 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും. അവനവന്റെ ധർമ്മം അനുസരിക്കുക. ധർമ്മം, അർത്ഥം, എന്താ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുക. പിന്നെ കാമം, അവനവന്റെ ഡിസയർ ഫുൾഫിൽ ചെയ്യുക. പിന്നെ മോക്ഷപ്രാപ്തി. അപ്പൊ അതല്ല ആക്ച്വലി ഇതിവിടെ ഭക്തിക്കാണ് മഹിമ. ശ്രവണം, ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക, ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക, സ്മരിക്കുക, പാദസേവനം, ഫുള്ള് 9 പ്രോസസ് ഓഫ് ഭക്തിയോഗ. അപ്പൊ ഇത് കംപ്ലീറ്റ് ഭഗവാനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതാണ് പറയുന്നത്. അപ്പം തത്വവാദികളുടെ
അഭിപ്രായത്തിൽ ഇങ്ങനെ പോകുന്ന അവരുടെ ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നെന്ന് പറയുന്നെങ്കിലും ഭഗവാൻ മഹാപ്രഭുവിന്റെ അഭിപ്രായത്തിൽ ഭഗവത് പ്രേമത്തിന്റെ പ്രാപ്തി ഈവൻ ഭൗതിക ലോകത്തിലായാലും ആധ്യാത്മിക ലോകത്തിലായാലും ഏറ്റവും ശ്രേഷ്ഠമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് പ്രാപ്തി കൈവരിക്കുക എന്നുള്ളതിലുപരി ഭഗവത് പ്രേമം കൈവരിക്കുക എന്നുള്ളതാണ്. ഭഗവത് പ്രാപ്തി, മോക്ഷം, മുക്തി ഇതൊക്കെ ആൾറെഡി പിന്നെ ഒരു ഭക്തൻ ലിബറേറ്റഡ് ആണ്. അതാണ് പറയുന്നത്. അതായത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുന്ന ഒരു ഭക്തന് മുക്തി എന്ന് പറയുന്ന ഉറപ്പാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഉദ്യമിക്കേണ്ട കാര്യമില്ല. അതിന് വർണ്ണവും ആശ്രമവും ഒന്നും തേടേണ്ട ആവശ്യമില്ല. വർണ്ണാശ്രമ വ്യവസ്ഥ ഭഗവാൻ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതാണെങ്കിലും കലിയുഗത്തിൽ ഇതൊന്നും നേരായ രീതിയിൽ വരുത്തില്ല. കാരണം കലിയുഗത്തിലെ ഇങ്ങനെ വർണ്ണവും ആശ്രമവും ഒക്കെ എല്ലാം ഇപ്പൊ ഒന്നിച്ചു കിടക്കുകയാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഭൗതിക നമുക്ക് പരമമായ ലക്ഷ്യം ഈ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിപ്രായത്തിൽ എന്താണ്? ഭഗവത് പ്രേമ പ്രാപ്തി. അതാണ് പരമമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ ഭൗതിക ലോകത്തിലായാലും ആധ്യാത്മിക ലോകത്തിലായാലും ശ്രേഷ്ഠമായ ലക്ഷ്യം എന്ന് പറയുന്ന അതാണ്. അപ്പം ഭൗതിക ലോകത്തില് ശാസ്ത്രാനുശാസനങ്ങൾ അനുസരിച്ച് പരിശീലിക്കുന്നു. ആധ്യാത്മിക ലോകത്തിൽ യഥാർത്ഥ സിദ്ധി അപ്പൊ അവിടെ ഉണ്ട്. അപ്പം ഈ എന്താ പറയാ, സ്വാഭാവികമായിട്ടും ആധ്യാത്മിക ലോകത്തില് അവിടെ അതാണ് സിദ്ധി. നമുക്ക് സിദ്ധി കൈവരും. നമ്മളിപ്പം അവിടെ ആധ്യാത്മിക ലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മോക്ഷം ഉറപ്പാണ്. അപ്പൊ അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ഭഗവത് പ്രേമം വളർത്തിയെടുക്കുക. അതായത് ഭഗവാനോടുള്ള അപ്പൊ അത് ആണ് 9 തരത്തിലുള്ള ശ്രവണ കീർത്തന പ്രക്രിയയിലൂടെ. അടുത്ത ശ്ലോകം അതാണ് പറയുന്നത്. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യ തന്മന്യേധീതം ഉത്തമം. അത് ഈ പ്രക്രിയയിൽ ഭഗവാന്റെ തിരുനാമം, രൂപം, ലീലകൾ, ഗുണങ്ങൾ, പരിവാരം ഇവകളുടെ ശ്രവണവും കീർത്തനവും സ്മരണയും സ്ഥലകാല പാത്ര അനുസൃതമായി സേവനമർപ്പിക്കൽ, അർച്ചനം, വന്ദനം, ഒരുവൻ കൃഷ്ണന്റെ ശാശ്വതനായ ദാസനാണെന്ന് എല്ലായ്പ്പോഴും കരുതുക, അവിടുത്തെ സഖ്യത്തിൽ ഏർപ്പെടുക, എല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിക്കുക, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. ഭക്തിപരമായ സേവനത്തിന്റെ ഈ 9 പ്രക്രിയകൾ കൃഷ്ണനെ നേരിട്ട് സമർപ്പിക്കുമ്പോൾ ജീവിതത്തിന്റെ അത്യുന്നതമായ നേട്ടം കൈവരുന്നു. ഇതാണ് ശാസ്ത്രവിധി. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഈ ശ്ലോകം 7.5.23-24 ശ്ലോകങ്ങളാണ്. അതായത് പ്രഹ്ലാദൻ തന്റെ കൂട്ടുകാരെ പഠിപ്പിക്കുന്നതാണ്. പ്രഹ്ലാദ മഹാരാജാവ് അത് ശ്രീമദ് ഭാഗവത്തിൽ നിന്ന് കോട്ട് ചെയ്ത് മഹാപ്രഭു പറഞ്ഞതാണ്. കാരണം ഭഗവാന്റെ രൂപം, നാമം, ലീലകൾ, ഗുണങ്ങള്, പരിവാരം, പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുക, കീർത്തിക്കുക, സ്മരിക്കുക. അതേപോലെ സ്ഥലകാല പാത്രം, നമ്മൾ ദേശകാല അവധി അതിനനുസൃതമായി സേവനം അർപ്പിക്കുക. പിന്നെ അർച്ചനം, വന്ദനം, സഖ്യം, ദാസ്യം, ആത്മനിവേദനം, ഇങ്ങനെയുള്ള 9 തരത്തിലുള്ള പ്രക്രിയകള് ഭക്തിപരമായിട്ട് അപ്പൊ എല്ലായിടവും ഭക്തിക്ക് പ്രാധാന്യം നൽകുന്നതാണ്. ഭക്തിക്ക്. അപ്പൊ ഭക്തിപരമായ സേവനം എന്ന് പറഞ്ഞാൽ വെറും സേവനമല്ല. സേവനം പല വിധത്തിൽ പലർക്കും വേണ്ടിയും ചെയ്യാം. പക്ഷെ പ്രേമഭരിതമായിട്ടുള്ള ഭക്തിയുത സേവനം നിർവഹിക്കുന്ന ഭക്തൻ അത് ഭഗവാന് വേണ്ടി മാത്രമാണ്. ഈ 9 പ്രക്രിയകൾ കൃഷ്ണനെ നേരിട്ട് സമർപ്പിക്കുമ്പോഴാണ് ആത്യന്തികമായ ലക്ഷ്യം പ്രാപ്തി സാധ്യമാകുന്നത്. അടുത്ത ശ്ലോകം. ശ്രവണ കീർത്തന ഹൈരേ കൃഷ്ണേ ഹയ പ്രേമ ശൈ പഞ്ചമ പുരുഷാർത്ഥേര സീമ. അതായത് ശ്രവണ കീർത്തനങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഈ 9 പ്രക്രിയകളിലൂടെ ഒരുവൻ പ്രേമപൂർവമായ ഭഗവത് സേവനത്തിന്റെ തലത്തിൽ എത്തുമ്പോൾ പഞ്ചമ പുരുഷാർത്ഥത്തിൽ വിജയം പ്രാപിക്കുകയും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് പുരുഷാർത്ഥങ്ങൾ. അപ്പൊ പുരുഷാർത്ഥങ്ങൾ അല്ല ഭക്തി. പുരുഷാർത്ഥം എന്ന് വെച്ചാൽ അവനവന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ധർമ്മം അനുഷ്ഠിക്കുക, പിന്നെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഒന്നും പരിശ്രമിക്കാതെ വെറുതെ മോക്ഷം കിട്ടില്ല.
ഇപ്പൊ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അന്തിമമായി ബ്രഹ്മത്തിൽ ലയിക്കല. ആൾക്കാര് അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അന്തിമമായിട്ട് പോയി ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുക, അതാണ് സായുജ്യമുക്തി. അപ്പൊ ഇങ്ങനെ നേടുന്നതിന് പിന്നാലെയാണ് ആൾക്കാർ പായുന്നത്. ഇതൊക്കെ എന്താ മായാവാദ സിദ്ധാന്തമാണ്. ഇവയെല്ലാം സാധാരണ മനുഷ്യന്റെ പൊതുവായ പ്രവർത്തനങ്ങളാണ്. പക്ഷേ വേദങ്ങളുടെ കർശനമായ തത്വങ്ങൾ പ്രകാരം പരമദിവ്യോത്തമ പുരുഷനെ, ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക, അദ്ദേഹത്തെ കുറിച്ച് കീർത്തിക്കുക. അപ്പൊ ആ ഒരു തലത്തിലേക്ക്, ഭക്തിയുടെ പരമമായ തലത്തിലേക്ക് പടിപടിയായിട്ട് ഉയരുക. അതാണ് ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവർത്തി, പിന്നെ എന്താ രുചി, പിന്നെ അതുപോലെ ആസക്തി, നിഷ്ഠ കഴിഞ്ഞാണ് ആസക്തി, പിന്നെ ഭാവ, പ്രേമ. ഇതൊക്കെ എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളല്ല. പടിപടിയായിട്ട് നമ്മുടെ സാധനയുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോ തലത്തിലേക്കും ഭക്തന്മാർ ഉയർന്നു പോകുന്നത്. അതാണ് ഏറ്റവും അത്യുന്നതമായ നേട്ടമെന്ന് പറയുന്നത്. ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തിലെ പറയുന്നുണ്ട്, ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിംവാ പരേരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേ അത്ര കൃതൃഭിഹി ശുശ്രൂഷുഭി തത്ക്ഷണാത്. ഭൗതിക പുരോഗതിയെ ലക്ഷ്യം വെച്ചുള്ള എല്ലാ ധാർമ്മിക പ്രവർത്തനങ്ങളും തിരസ്കരിക്കുക. സർവധർമാൻ പരിത്യജ. അത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. എന്നിട്ട് എന്ത് വേണം? നിർമ്മല ഹൃദയരായ ഭക്തന്മാർക്ക് മാത്രം ഗ്രാഹ്യമായ വിധം പരമസത്യത്തെ ഈ ഭാഗവത പുരാണം പ്രതിപാദിക്കുന്നു. അപ്പൊ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയുള്ളതാണ്? നിർമത്സരാണാം സദാ എന്ന് വെച്ച് കഴിഞ്ഞാല് നിർമ്മല ഹൃദയരായിട്ടുള്ള, മത്സരബുദ്ധി ഇല്ലാത്ത ആൾക്കാർക്ക്. ഭൗതിക ലോകത്ത് എല്ലാവർക്കും മത്സരബുദ്ധിയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും മത്സരം. അതാണ് മനസ്സിലായ. അപ്പോ ഈ പരമസത്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭാഗവത പുരാണത്തില് അപ്പൊ എല്ലാവരുടെയും ക്ഷേമ താല്പര്യാർത്ഥം, അപ്പം പരമസത്യത്തെ മിഥ്യയിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം. മിഥ്യ അഥവാ മായ, എല്ലാവരും മായിക ലോകത്താണ്. എന്റെ ധർമ്മം ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്, എന്റെ കർത്തവ്യം ഞാൻ അനുഷ്ഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ? ഞാൻ എന്റെ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റി, എന്റെ കർമ്മങ്ങളെല്ലാം നിറവേറ്റി, എനിക്കിനി ചെയ്യാനായിട്ട് ഒന്നുമില്ല, ഞാൻ എന്റെ എല്ലാം കർമ്മങ്ങളും ഞാൻ നിറവേറ്റി. അപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പം സത്യം എന്താണ്? പരമസത്യത്തെ സാക്ഷാത്കരിക്കുക, അതൊന്നും ആർക്കും അറിയില്ല. അത്തരം സത്യമെന്ന് പറയുന്നത്, അതായത് പരമമായ സത്യമെന്ന് പറയുന്നത് എന്താണ്? ത്രിവിധ ക്ലേശങ്ങളെ, അതായത് ശിവദമാണത്. ആ വസ്തു, അത്ര വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ, നമ്മുടെ ആ പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത് ശിവദം എന്ന് വെച്ചാൽ എന്താണ്? അത് അത്ര മംഗളകരമാണ്, താപത്രയോന്മൂലനമാണ്. നമ്മുടെ താപത്രയങ്ങളെ എന്താണ്? ത്രിവിധ ക്ലേശങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതാണ്. അതാണ് ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ. ഇത് താപത്രയം ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഈ ഭാഗവത പുരാണം മഹാമുനിയാൽ എന്താണ് അദ്ദേഹം രചിക്കപ്പെട്ടതാണ്, അദ്ദേഹത്താൽ രചിക്കപ്പെട്ടതാണ്. അതാണ് പറയുന്നത്. അപ്പൊ അത് ഈശ്വര മനോജ്ഞ ഗംഭീരമാണ് ഈ ഭാഗവത പുരാണം. ഇത് ഈശ്വര സാക്ഷാത്കാരത്തിന് സ്വയം പര്യാപ്തമാണ്. ഇതിനപ്പുറം വേറൊരു സത്യം, അതാണ് ഇതിനെ പഞ്ചമ പുരുഷാർത്ഥം എന്ന് വിളിക്കുന്നത്. മറ്റേത് 4 പുരുഷാർത്ഥങ്ങളാണ്. അപ്പം പിന്നെ വേറൊരു ശാസ്ത്രത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. അതാണ് ശ്രീമദ് ഭാഗവതം പ്രമാണം അമലം എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ആരാധ്യോ ഭഗവാൻ വ്രജേന്ദ്ര തനേസ്തധാമ വൃന്ദാവനം രമ്യ കശ്ചിത് ഉപാസന വ്രജവധു വർഗീണ വാകൽപിത ശ്രീമദ് ഭാഗവതം പ്രമാണം അമലം പ്രേമപുമാർത്തോ മഹാൻ. 2 കാര്യങ്ങൾ. ശ്രീമദ് ഭാഗവതമാണ് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം. പിന്നെ ജീവിത അർത്ഥം പ്രേമപുമാർത്തോ മഹാൻ. എന്താണ് അർത്ഥം? പ്രേമം, ഈശ്വരപ്രേമം നേടുക എന്നതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ഒരു മനുഷ്യന്റെ. അപ്പം ഇതാണ്, അതായത് ആദ്യം പറഞ്ഞ എന്താ? ആരാധ്യോ ഭഗവാൻ, അതായത് ഭഗവാനെ ആരാധ്യനായിട്ടുള്ള ഭഗവാൻ ഈ ബ്രജേന്ദ്ര നന്ദനാണ്. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ ആരാധ്യമായിട്ടുള്ള ധാമം വൃന്ദാവനമാണ്. ഗോപികമാര് അനുഷ്ഠിച്ച ഉപാസനയാണ്, കൃഷ്ണന് വേണ്ടി സമർപ്പിച്ച ഉപാസനയാണ് ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ ആരാധന. പിന്നീടാണ് പറയുന്നത് പ്രമാണമമലം, ശ്രീമദ് ഭാഗവതം പ്രമാണമമലം, ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം ശ്രീമദ് ഭാഗവതമാണ്. പിന്നെ പ്രേമപുമാർത്തോ മഹാൻ, ഏറ്റവും ജീവിതത്തിന്റെ ലക്ഷ്യം, പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണപ്രേമം നേടുക എന്നുള്ളതാണ്. അപ്പൊ ഈ 5 കാര്യങ്ങള് അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു മതമിതം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന 5 കാര്യങ്ങളാണ്.
അപ്പൊ ഇത് ഒക്കെ പിന്നെ ഭാഗവതത്തിലുണ്ട് കാര്യങ്ങളെല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിന് സ്വയം പര്യാപ്തമായിട്ടുള്ളത്. പിന്നെ മറ്റ് പിന്നെ ശാസ്ത്രത്തിന്റെ ആവശ്യം എന്താണ്? അപ്പം ശ്രദ്ധാപൂർവം വിനയപൂർവം ഭാഗവതത്തിന്റെ സന്ദേശം ശ്രവിക്കുക. അപ്പൊ അതാണ് ജ്ഞാനത്തിന്റെ സംസ്കാരത്താൽ പരമോന്നതമായ ഭഗവാന്റെ ഹൃദയത്തില്, അതാണ് അതായത് തൽക്ഷണം തന്നെ അല്ലേ, അത് ഹൃദയത്തിൽ അത് ഭഗവാൻ അവതരിക്കും. അതായത് എന്താണ്? ശ്രവണ മാത്രേ, യസ്യ ശ്രവണ മാത്രേണ, ആ ശ്രവിക്കുന്ന മാത്രയിൽ തന്നെ ഭഗവാൻ വിശദേ ഹൃദയത്തിൽ വാസമുറപ്പിക്കും. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ഭൗതിക ലക്ഷ്യങ്ങൾക്ക് ഉന്നം വെക്കുന്ന എല്ലാ ധാർമ്മിക പ്രവൃത്തികളെയും വഞ്ചനാപരമായ പ്രക്രിയയായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഇത് പറയുന്നത്. അതിനെല്ലാം തിരസ്കരിക്കുകയാണ്. അതാണ് മഹാപ്രഭു അവരോട് ഇത് പറയുന്നത്. അപ്പൊ ശ്രീധര സ്വാമിയുടെ അഭിപ്രായം അനുസരിച്ച് ഭൗതിക അസ്തത്തിലുള്ളവർ വിജയത്തിന്റെ ഭൗതിക സങ്കല്പമായ മോക്ഷം കാക്ഷിക്കുന്നു. ഭക്തന്മാരോ അവര് ഭൗതിക അസ്തത്തിലല്ലാത്തത് കൊണ്ട് അവര് മോക്ഷം കാക്ഷിക്കുന്നതേ ഇല്ല. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമോ ചിന്തയോ ഒന്നുമില്ല. അതാണ് അന്യാഭിലാഷിതാശൂന്യം ജ്ഞാനകർമാദി അനാവൃതം. യാതൊരു മറ്റ് അഭിലാഷങ്ങളൊന്നുമില്ലാതെ ഭഗവത് പ്രീതിക്ക് വേണ്ടി മാത്രം സേവനം ചെയ്യുക. അതാണ് ഒരു ഭക്തന്റെ മുഖ്യമായ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പം ഭക്തൻ എന്ന് പറയുന്ന അദ്ദേഹം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഏത് സ്ഥിതിയിലും എപ്പോഴും മുക്തനാണ്. കാരണം എന്താണ്? ഭക്തിയുത സേവനത്തില് ഈ പറഞ്ഞിട്ടുള്ള 9 പ്രക്രിയകളില്, ശ്രവണം, കീർത്തനം തുടങ്ങിയ ഈ കർമ്മങ്ങളില് എങ്ങനെ അദ്ദേഹം വ്യാപൃതനാണ്. കൃഷ്ണനോടുള്ള അതീന്ദ്രിയമായ ഭക്തിയുത സേവനം എപ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വശാസ്ത്രം അതാണ് സ്ഥാപിക്കുന്നത്. എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുകയാണ് ഭഗവാനോടും ഭഗവാനും അദ്ദേഹത്തോടുള്ള സേവന മനോഭാവവും. അപ്പം അത് ശ്രവണ കീർത്തന പ്രക്രിയയാണ്. കാരണം നമ്മൾ വെറുതെ ഇരിക്കരുത്. മറ്റുള്ളവരൊക്കെ വെറുതെ ഇരുന്ന് ഇപ്പൊ അമ്പലത്തിൽ പൂജിച്ചാൽ മാത്രം പോരാ. നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കണം, ഭഗവാനെ കുറിച്ച് കീർത്തിക്കണം, ഭഗവാനെ കുറിച്ച് സ്മരിക്കണം. മറ്റുള്ള ഇപ്പൊ ചിലയിടത്തൊക്കെ ഉള്ള അമ്പലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ അവിടെ ശരിയായിട്ടുള്ള രീതിയിൽ ആരാധനാക്രമങ്ങളൊക്കെ നടക്കുമായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ആരാധന ചെയ്ത് ധർമാർത്ഥ കാമത്തിലൂടെ മോക്ഷം പ്രാപിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 5 തരത്തിലുള്ള മോക്ഷപ്രാപ്തി വരിക്കാം എന്നൊക്കെ. അതല്ല യഥാർത്ഥത്തിൽ ഈശ്വരാവബോധം എന്ന് പറയുന്നത്. യഥാർത്ഥ ശ്രവണാദി ശുദ്ധചിത്തേ കരയെ ഉദയ. അത് ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്? അപ്പൊ ശ്രവണ കീർത്തനം എന്ന് പറയുന്നത് ശ്രവണത്തിൽ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ചിത്തം ശുദ്ധമാകും. അതാണ് നമ്മൾ പിന്നെന്താ പറയാ, ചേതോദർപ്പണ മാർജനം മഹാവാദാവാഗ്നി നീർവാപണം എന്ന് പറയുന്ന അതാണ്. അപ്പം ശ്രവണാദി ശുദ്ധചിത്തേ കരയെ ഉദയ. അപ്പൊ നമ്മുടെ ഹൃദയത്തില് ശുദ്ധം ചിത്തമാകുമ്പോൾ ഭഗവാൻ ഉദിച്ചുയരും. കൃഷ്ണ സൂര്യസമ മായ ഹയ അന്ധകാര. കൃഷ്ണൻ ആരാണ്? സൂര്യന് തുല്യമാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ മായയ്ക്ക് അവിടെ അഥവാ അന്ധകാരത്തിന് അവിടെ സ്ഥാനമില്ല. നമ്മുടെ ഹൃദയത്തിൽ അന്ധകാരമായിരുന്നു ഇതുവരെ. നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുകയും ശ്രവണം നടത്തുകയും കീർത്തനം ചെയ്യുകയും ഭഗവാനെ കുറിച്ച് സ്മരിക്കുകയും ഭഗവത് സേവനം ഒക്കെ ചെയ്യുമ്പോഴാ ഭഗവാനോടുള്ള ഭക്തിയുത സേവനം വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കൃഷ്ണൻ അവതരിക്കും. കൃഷ്ണന്റെ സൂര്യൻ ഉദിക്കുന്നത് പോലെ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അന്ധകാരത്തിന് സ്ഥാനമില്ലാത്തതുപോലെ നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരം, അജ്ഞതയാകുന്ന അന്ധകാരം എല്ലാം അകറ്റി കൃഷ്ണൻ അവിടെ പ്രതിഷ്ഠിതനാകും. അതാണ് പറയുന്നത് ശ്രവണാദി ശുദ്ധചിത്തേ കരയെ ഉദയ. അപ്പൊ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഭക്തിയുത സേവനത്തിൽ മുഴുകുമ്പോൾ ഭഗവാനുമായുള്ള അവന്റെ ശാശ്വതമായ ബന്ധമായ സേവക സ്വാമി ബന്ധമുണ്ടാകും. അപ്പൊ അവിടെ അതാണ് മഹാപ്രഭു അവരെ പഠിപ്പിക്കുന്നത്. അതായത് സേവകനും സ്വാമി. ഇപ്പൊ നമ്മള് എന്ന് വെച്ചാൽ ദാസരാണ്, ഭഗവാൻ യജമാനനാണ്. അപ്പൊ ആ യജമാനനോടുള്ള സ്നേഹ, ഭക്തി, പ്രേമ, ബഹുമാനങ്ങള് നമ്മൾ ആദരപൂർവം ഭഗവാൻ അത് സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്ന, അതായത് നമ്മുടെ ജന്മസാഫല്യം നമ്മൾ കൈവരിക്കുന്നത് എങ്ങനെയാണ്, ജീവിത ലക്ഷ്യം, അതായത് കൃഷ്ണപ്രേമം കൈവരിക്കുന്നത് ആ ഒരു അവസ്ഥയിലൂടെയാണ്. അപ്പൊ ശാശ്വതമായ ബന്ധമാണ് ഭഗവാനുമായിട്ടൊരു ജീവാത്മാവിനുള്ളത്. അപ്പൊ ആ ശാശ്വതമായിട്ടുള്ള ആ ബന്ധം അതാണ് സേവക സ്വാമി ബന്ധം. എപ്പോഴും നമ്മൾ ദാസരാണ്. അതാണ് ജീവേര സ്വരൂപഹയ നിത്യേര കൃഷ്ണദാസനാണ് ഞാൻ.
എന്നുള്ള ആ ഒരു ജീവാത്മാവിൻ്റെ ആ ഒരു അവകാശമാണത്. ഞാൻ എൻ്റെ ഭഗവാന്റെ സേവകനാണ്, നിത്യ സേവകനാണ്. അപ്പം എൻ്റെ പ്രഥമമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് ഈശ്വരനെ സേവിക്കുക എന്ന്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ അത് അടിയുറച്ച ആ വിശ്വാസം നമുക്കുണ്ടാകണം. എപ്പോഴാണ് അതുണ്ടാകുന്നത്? നമ്മൾ ശ്രവണവും കീർത്തനവും ഒക്കെ ചെയ്യുമ്പോഴാണ്. അങ്ങനെ നമ്മൾ ശാസ്ത്രങ്ങളെ, ഭാഗവത ശാസ്ത്ര ഗ്രന്ഥങ്ങളെ പറ്റി, അതിനകത്തെ ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ബന്ധത്തെ പഠിച്ചു മനസ്സിലാക്കി വരുമ്പോഴാണ് ഭഗവാന്റെ കർമ്മങ്ങളെക്കുറിച്ചും ഭഗവാന്റെ അതാണ് ജന്മകർമ്മശമേ ദിവ്യം, ദിവ്യമായിട്ടുള്ള ജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് അതാണ് ശരിയായ കൃഷ്ണാവബോധം. നമുക്ക് ഭഗവാന്റെ പ്രേമം, കൃഷ്ണപ്രേമം നേടാനുള്ള യോഗ്യത നേടുന്ന അങ്ങനെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. 261 വരെ എടുത്തു. 261 അല്ലേ മാജി? 261 വരെ എടുത്തു. ഇനി 262 മുതലാണ് തുടങ്ങേണ്ടത്. ശരി മാജി. ओके. श्रील गुरुदेव की जय, प्रभुपाद की जय, चैतन्य महाप्रभु की जय, जय गौर प्रेमानंदे, हरि हरि बोल. वांछा कृपा सिंधु पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव वृंद की जय. हरे कृष्णा. हरि बोल. थैंक यू हरे सो मच. कृष्णा. प्रणाम माताजी. हरे कृष्णा. മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അതിന്റെ പേതോളൂ. ശരി മാജി.